വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മയ്ക്ക് ഇന്ന് 8ൻ്റെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. പിലോപ്പി കറി കൂടുതലും അപ്പോഴടുത്ത് കറി വെക്കാൻ മീൻ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു പിലോപ്പി മീൻ കൊണ്ടുവന്നേക്കുന്നത് ഗായ്സ് കണ്ടോ, ഫ്രഷ് മീനാണ് കേട്ടോ. വലക്കെ കിടന്ന് പിഴക്കണുണ്ടോ, പിടക്കി പഠിച്ച് ഒരു പരിപാടിയിരിക്കുന്നത്. പിന്നെ അമ്മ വെള്ളം ഒഴിച്ച് കണ്ട ഗൈസ്, അമ്മയില്ലേ വെള്ളം ഒഴിച്ചെടുത്തപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തപ്പോഴേ ഒരു മീൻ വെള്ളം കുടിക്കണ ഗൈസ്. ഇപ്പം കണ്ടോ വെള്ളം കുടിക്കണ, കണ്ടാ പിടക്കണ പിടിച്ച് പാവം. വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ വെള്ളം മീൻ കുടിക്കണ്. കണ്ടോ അതാണ് മീനിൻ്റെ പ്രശ്നം ഗായ്സ്. അപ്പോൾ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇനി അമ്മക്ക് ഇതൊക്കെ വെട്ടി വറുക്കണം, കറി വെക്കണം. കുറേ ജോലിയുണ്ട് കേട്ടോ. അപ്പം ഓഫീസിൽ പോണ മുമ്പ് ചോറ് കെട്ടി കൊടുക്കാനുള്ള കേട്ടോ ഇത് വെച്ച്. അപ്പം അമ്മയാണെങ്കിൽ മീൻ കുടിക്കണ ഗായ്സ്. ഈ മീനിൻ്റെ അനക്കം കണ്ട നിങ്ങൾക്കറിയാം കുടിക്കണേണ്ടാ ദാഹിച്ചിട്ടായിരിക്കും കേട്ടാ ഗായ്സ്. അപ്പം ജോലിക്ക് പോവും. അതിന് കറി വെക്കുകയും ചെയ്യണം, വറുക്കുകയും ചെയ്യണം. അമ്മ കുറച്ച് മീൻ വറുക്കാനും കുറച്ച് മീൻ കറി വെക്കാനും എടുത്തിട്ടുണ്ട്. അപ്പം അമ്മ അതേ വറുക്കാൻ വേണ്ടിയിട്ട് മസാല പറ്റുന്നതിന് ആദ്യം തന്നെ ഒരു പേസ്റ്റ് പോലെ ഇഞ്ചിയും വെള്ളത്തുള്ളിയും പേസ്റ്റ് അത് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു മുളക് പൊടി ആണെന്ന് തോന്നണം, മുളക് പൊടി ഗൈസ്. മുളക് പൊടി ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കൂടിപ്പോയെന്ന ഡൗട്ട്. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് 2 സ്പൂൺ ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച്. പിന്നെ കുരുമുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അമ്മ ഉപ്പ് ഇടാൻ മറന്നുപോയി ഗായ്സ്. അപ്പോൾ ഉപ്പിടാൻ പോവാണ്. അപ്പോൾ ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് മീനിട്ട് കൊടുക്കാം. അതിലൊക്കെ പുരട്ടി നമ്മൾക്ക് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ മീനിട്ടപ്പോൾ തന്നെ ഒരു ഡൗട്ടായി, ഒരു മീൻ ഇടാൻ മറന്നു പോയി ഗായ്സ്. അപ്പം ആ മീനും കൂടി ഇട്ടോ അമ്മ. ആ മീൻ അതിലാണ് ഇരിക്കണത്. ആ മീൻ കൂടി ഇട്ട് നല്ലോണം ഒന്ന് മസാല പുരട്ടി കൊടുത്ത് വറുക്കാൻ വെക്കാം. അടച്ച് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയത്ത് നമുക്ക് കറി വെക്കാമല്ലോ. എന്നിട്ട് നമുക്ക് മീൻ വറുക്കാം ഗായ്സ്. അപ്പം നമുക്ക് നല്ലോണം പുരട്ടിയിട്ട് നമ്മൾക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയത്ത് ഇതേ കറിയൊക്കെ എല്ലാം റെഡിയായി. പക്ഷേ ഗായ്സ് തിളച്ചപ്പോൾ തന്നെ മീനിൻ്റെ വാലെല്ലാം പൊങ്ങിയിരിക്കണം. അതെന്താണ് ഗായ്സ്? അപ്പം ഇനി വറുക്കാൻ മീനിട്ട് അപ്പം മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ റെഡിയായി ഗായ്സ്. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ചച്ചപ്പ സീ യു.